കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. ഇപ്പോഴ് ലോകം മുഴുവനും ആയിരക്കണക്കിന് മക്കള് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്. അമ്മയെ, പരിശുദ്ധമ്മ ദേവമാതാവേ, ഞാൻ എൻ്റെ ജനങ്ങളെ സന്ദർശിക്കുമെന്ന് അളിച്ചത് വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് ഈ സമയം എല്ലാവരുടെയും ഭവനങ്ങളെ നീ സന്ദർശിക്കണം പ്രാർത്ഥിക്കുന്നു. അമ്മ സന്ദർശിക്കും മഴവില്ലായും സുഗന്ധാഭിഷേകമായും ഒത്തിരി പേര് ഉടമ്പടി സാക്ഷ്യം പറയാറുണ്ട്. പല ആൾക്കാരും സാക്ഷ്യങ്ങൾ എന്തെങ്കിലും ഒരു അടയാളം കാണിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അടയാളം കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ആഴമായ ബോധ്യം അവർക്ക് നൽകിക്കൊണ്ട് അവർ വലിയ സുവിശേഷത്തിൻ്റെ കൈമാറ്റക്കാരാക്കി മാറിനെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സഭയുടെ അധികാരത്തിൽ പ്രാർത്ഥിക്കുന്നു. കുരിശിൻ്റെ അടയാളത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ സന്ധിബന്ധങ്ങൾ നിറയട്ടെ. ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ മാംസപേശികൾ നിറയട്ടെ. ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ രക്തഞരമ്പുകൾ നിറയട്ടെ. ദൈവത്തിൻ്റെ ശക്തി ഉള്ളംകാല് വരെ നിറയട്ടെ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങൾ, സിസ്റ്റുകൾ, അതുപോലെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള മുഴകൾ കർത്താവിൻ്റെ നാമത്തിൽ വിശുദ്ധമായ രക്തത്തെ കഴുകി മാറ്റപ്പെടട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമസ്വതം ജീവിക്കാൻ വേണ്ടിയുള്ള മാർഗത്തിന് കർത്താവെ, തടി തളർന്ന് ജോലി ചെയ്തിട്ടും കർത്താവെ ജീവിക്കാനുള്ള ആസ്തിപത്രയില്ലാത്ത സ്വന്തമായിട്ട് വീട് കിട്ടാത്തവരുണ്ട്. അതുപോലെ തന്നെ ഒത്തിരിയേറെ പ്രാവശ്യങ്ങൾ ജോലി പല പല പരീക്ഷകൾ എഴുതിയിട്ടും കർത്താവെ ഇപ്പോഴും കരകയറാത്ത മക്കളുണ്ട്. അവിടെ വയസ്സ് മാറി വയസ്സ് കൂടി ഇപ്പോൾ ഒരിടത്ത് എത്തിയില്ല എന്നും പറഞ്ഞ് ആദ്യം കൊള്ളുന്ന ഒത്തിരി മക്കളുണ്ട്. അവിടെ പരീക്ഷകൾ കർത്താവ് ഇത് അവസാനത്തെ അറ്റംപ്റ്റായി മാറാൻ അവിടെ കഴിവ് ഇനി പറ്റത്തില്ലെന്ന് ഈശോയ്ക്ക് മനസ്സിലായില്ലേ. അപ്പോൾ ഇനി അങ്ങയുടെ കൃപ കൊണ്ട് ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് അവരുടെ എല്ലാ അയോഗ്യതകളും ദൈവനാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ കടലിൽ ഞാൻ അർപ്പിച്ച പല സുവിശേഷ വേലകളുടെ ശുശ്രൂഷകളുടെയും അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിങ്ങളെ ആവശ്യിക്കട്ടെ. നിങ്ങളുടെ ഭവനരഹിതരായിട്ടുള്ള മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ജോലിരഹിതരായിട്ടുള്ള മക്കളോട് പ്രാർത്ഥിക്കുന്നു. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്ക് മേൽഗതി ഇല്ലാത്തവരുണ്ട്. കർത്താവ്, പല ജോലികൾ, ചെറിയ ജോലികളും സ്വന്തമായിട്ട് സ്വയം പ്രേരകമായിട്ടുള്ള സംരംഭങ്ങൾ, ബ്യൂട്ടി പാർലർ നടത്തുന്നവരുണ്ട്. അങ്ങനെ ഓരോരോ ആടുമാടുകളെ വളർത്തുന്നവരുണ്ട്, പശുവിനെ വളർത്തുന്ന, എരുമകളെ വളർത്തുന്നവരുണ്ട്, ചെറിയ തോട്ടങ്ങൾ വളർത്തുന്നവരുണ്ട്, പൂക്കച്ചവടക്കാരുണ്ട്. കർത്താവെ, അങ്ങനെ പൂക്കൾ നട്ട് വളർത്തുന്നവരുണ്ട്. അതൊരു ജീവിത മാർഗമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. കർത്താവ്, ചെറിയ വരുമാനക്കാരാണെങ്കിലും കർത്താവ് അവർക്ക് എവിടെയെങ്കിലും അല്പം തെറ്റിയാൽ മൊത്തം തെറ്റിപ്പോവും. അവർ വലിയ കടത്തിലാവും. കർത്താവെ, നീ അവരെ പൊതിഞ്ഞ് പിടിക്കണമേ. കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈശോയെ, ഇനി മക്കളില്ലാത്ത സ്ഥിതി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഗർഭിണിയാണ്, പക്ഷേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് വേറെ ഒത്തിരിയേറെ തകരാറുകൾ കുഞ്ഞിന് ഗർഭശിശുവിൽ പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം വയറെ പൊത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. നിന്റെ നാഥൻ രക്ഷകരമായി ഏറ്റുപറഞ്ഞൊരു പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, അവരാരും നീ കൈവിടരുത്. അവരനുഗ്രഹത്തെക്കാൾ ഉപരി അവരെ കൃപയുടെ ദൈവികമായ ശക്തിയാൽ അവരെ അഭിഷേകിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യാത്രക്കാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കാൽനടയായി പോകുന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. വാഹനത്തിൽ പോകുന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. വാഹനം ഹയർ ചെയ്ത് പോകുന്നവർ പ്രാർത്ഥിക്കുന്നു. അവർ തിരിച്ചെത്തുന്നവരെ കിരുബുകളുടെ സാന്നിധ്യം, ദൈവത്തിൻ്റെ സുരക്ഷിതം ഉണ്ടാവട്ടെ. നിങ്ങൾ കമ്പോളങ്ങളും കച്ചവടങ്ങളും വ്യാപാരങ്ങളും എഗ്രിമെൻറ്റുകളും കരാറുകളും ചെയ്യുന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അതെല്ലാം പാലിക്കപ്പെടുവാനും അതെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറുവാനും പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പണം കയ്യിൽ നിന്നും മോശം വന്നിട്ട് അന്യാധീനപ്പെട്ടു പോയി മറ്റുള്ള കൈകളകപ്പെട്ടിട്ട് തിരിച്ചു കിട്ടാത്ത അവസ്ഥയിൽ വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. അതിൻ്റെ പേര് വീട്ടിൽ ഭയങ്കര വഴക്കും അസമാധാനം അനുഭവിക്കുന്നവരുണ്ട് ഈശോയെ. ഭക്ഷണം പോലും കഴിക്കാത്തവരുണ്ട് ഈശോയെ. എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറഞ്ഞ ഇറങ്ങി പോയി കളഞ്ഞാൽ മതി എന്ന് ചിന്തിച്ച് തലക്ക് ഭ്രാന്ത് പിടിക്കുന്നവരുണ്ട് ഈശോയെ. അവരെല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, നിൻ്റെ യോഗ്യതയല്ല മകനെ മകളെ നീ ഇന്ന് കർത്താവിൻ്റെ നാമത്തിൽ ശക്തിപ്പെടട്ടെ. എൻ്റെ പ്രിയപ്പെട്ട, നമ്മളിന്ന് വായിക്കുന്ന ഇന്നത്തെ സന്ദേശം കൃപയുടെ സ്രോതസ്സുകൾ. ഇപ്പം ഗംഗ എവിടുന്നാണ് ഉത്ഭവിക്കുന്നത്? ഇപ്പം പമ്പ എവിടുന്ന് ഉത്ഭവിക്കുന്നു? അതുപോലെ തന്നെ കൃപ എവിടുന്ന് ഉത്ഭവിക്കുന്നു? അവൻ്റെ ഉത്ഭവസ്ഥാനം കണ്ടെത്തി കഴിഞ്ഞാൽ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് നമ്മൾ. അതായത്
നോക്കി മത്തായിയുടെ സുവിശേഷം 12:18 വായിച്ചേ. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ, ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ, എന്റെ ആത്മാവ് പ്രസാദിച്ച എന്റെ പ്രിയപ്പെട്ടവൻ, എന്റെ ആത്മാവ് പ്രസാദിച്ച എന്റെ പ്രിയപ്പെട്ടവൻ. ഞാൻ അവന്റെ മേൽ എന്റെ ആത്മാവിനെ അയക്കും, ഞാൻ അവന്റെ മേൽ എന്റെ ആത്മാവിനെ അയക്കും. അവൻ വിജാതിയരെ ന്യായവിധി അറിയിക്കും. അതായത് അവൻ വിജാതിരെ ന്യായവിധി അറിയിക്കും. അതായത് ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. അതായത് പിതാവിൻ്റെ ആത്മപ്രസാദത്തിൽ നിന്നാണ് ഈശോയ്ക്ക് കൃപ കിട്ടണത്. എന്നുവെച്ചാൽ കിട്ടണമെന്നല്ല, അധിക കൃപ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോ പറഞ്ഞിട്ടില്ലേ, ഈശോയെക്കുറിച്ച് എന്നാ അമ്മ പറയണത്? അതായത് അവൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനും. അപ്പം യോഹന്നാൻ 10:10 പറയുന്ന കൃപയും ജീവനും ഒന്ന് തന്നെ ശരിക്കും പറഞ്ഞ. അതേസമയം തന്നെ പറയണത് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ. യോഹന്നാൻ 1:16 വായിച്ചു. അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. കൃപയ്ക്ക് മേൽ കൃപ, അധിക കൃപ എന്ന് പറയും. കൃപയ്ക്ക് മേൽ കൃപ, ഗ്രേസ് അപ്പോൺ ഗ്രേസ് സ്വീകരിച്ചിരിക്കുന്നു. അതായത് ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിൽ നിന്ന് നമുക്ക് കൃപയ്ക്ക് മേൽ കൃപ. ഇത് എങ്ങനെ, ഞാനത് ഇപ്പം ഇത്രയും പറയുന്നതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? അത് കൃപയുടെ സ്രോതസ്സാണ്. അതായത് ഈ കൃപ എങ്ങനെ ഉണ്ടായതാണ്? ക്രിസ്തുവിനെ പിതാവ് പ്രസാദിച്ചപ്പോൾ പിതാവിൻ്റെ പ്രസാദമാണ്. അതാണ് 12:18 നമ്മൾ വായിച്ചത്. 12:18 വായിച്ചില്ലേ? ഇതാ ഞാൻ മത്തായിയുടെ സുവിശേഷം, ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവനെന്ന് വായിച്ചില്ലേ? അപ്പം അത് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൂക്ക 3:22 വായിച്ചത്. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരവും ഉണ്ടായി, നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പൊ പിതാവ് പ്രസാദിച്ചതാണ്. എന്തുകൊണ്ടാണ് പ്രസാദിച്ചിരിക്കുന്നത്? അതായത് ക്രിസ്തു സഹനബലിക്കുള്ള കുഞ്ഞാടായിട്ട് ക്രിസ്തു തന്നെ സമർപ്പിക്കുകയാണ്. അപ്പോഴെന്താ പ്രശ്നം വെച്ചാല് അതാണ് പിതാവിൻ്റെ പ്രസാദത്തിൻ്റെ ഒരു സ്രോതസ് എന്ന് പറയുന്നത്. അതായത് പിതാവിന് സ്വയം സമർപ്പിക്കുക. എന്നിട്ട് അത് അവിടെയാണ് ക്രിസ്തുവിൻ്റെ അനുസരണവും അതുപോലെ തന്നെ ദാസനും ഒക്കെ വരുന്നത് ഈ വകുപ്പിലാണ് വരുന്നത്. എന്ത് പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഈ പിതാവിൻ്റെ ഇഷ്ടത്തിന് സ്വയം സമർപ്പിച്ചു കഴിഞ്ഞാൽ അതാണ് പിതാവിൻ്റെ പ്രസാദത്തിൻ്റെ പാത്രമാകും. നമുക്ക് ഈ കൃപ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ശക്തി ലഭിക്കുന്നത് അതാണ് ഒരു മെയിൻ സോഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ക്രിസ്തുവിൻ്റെ ഇപ്പം നമുക്കൊരു സഹനം ഉണ്ടായി, മാനസിക സഹനം ഉണ്ടാകും, പലർക്കും ശാരീരിക സഹനം ഉണ്ടാകും. പക്ഷേ നല്ല ക്രിസ്തു സ്നേഹികൾ എന്താ ചെയ്യണമെന്നറിയാമോ? അവർ ക്രിസ്തുവിൻ്റെ കൂടെ ഇത് കാഴ്ചവെക്കും, ക്രിസ്തുവിൻ്റെ നാമത്തിൽ സഹിക്കും. അപ്പോഴെന്ത് പറയും? ക്രിസ്തുവിൻ്റെ ജ്ഞാനസ്നാനത്തിൽ പിതാവിൻ്റെ പ്രസാദം ഉണ്ടായില്ലേ, അതുപോലെ തന്നെയായിരിക്കും നമ്മുടെ സഹനസ്നാനത്തിൽ ക്രിസ്തുവിൻ്റെ പ്രസാദം നമുക്കുണ്ടാകും. കാര്യം ക്രിസ്തു വഴിയാണ് നമ്മളെ അനുഗ്രഹിക്കുന്നതെന്ന് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിതാവിനെ അപ്പം 20 20-21 വായിച്ചേ. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് തന്നെയാണ് ഇതിൻ്റെ ഇതൊരു അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതായത് പിതാവാണ് ഈശോയ്ക്ക് മിഷൻ കൊടുക്കുന്നത്, ഈശോ നമുക്ക് മിഷൻ തരുന്നു. ഈ മിഷൻ നമ്മൾ ഏറ്റെടുത്ത് കഴിയുമ്പോൾ എന്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. അതുപോലെ തന്നെ പിതാവ് ക്രിസ്തുവിനെ കൃപ കൊടുത്ത പോലെ ക്രിസ്തു നമുക്കും കൃപ തരും. ഇത് പിടിയിട്ടില്ല, അതാണ് സംഭവം. അതായത് പിതാവ് ക്രിസ്തുവിന് കൃപ കൊടുത്ത പോലെ ക്രിസ്തു നമുക്കും കൃപ തരും. എങ്ങനെയാണ്? നമ്മുടെ സഹനങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നാനത്തോടു കൂടി ചേർത്ത് ക്രിസ്തുവിൻ്റെ സ്നാനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോഴേ അതാണ് കൃപയുടെ ഒരു സ്രോതസ്. ഇപ്പം
എപ്പോഴെങ്കിലും ഒരു സഹനത്തിന് സാഹചര്യം വന്നാൽ മാനസികമായാലും ശാരീരികമായാലും അത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പ്രതി എടുത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ അതിജീവിക്കാനും സാധിക്കണം. കൃപ ആർജിക്കാനും നോക്കണം. പ്രൈസ് ദി ലോർഡ്.